ആവേശകരമായ ഫൈനൽ പരിശീലനത്തിൻ്റെ തുഴച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ്. ഇരുവശങ്ങളിലും എൻ്റെ ഞാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരേണ്ടതായിട്ടില്ലാത്ത വിധം ആവേശകരമായ കാഴ്ചയാണ് കാണുന്നത്. ഈ ചമ്പക്കുളം ആറ്റിലെ വിയപുരം ചുണ്ടൻ്റെ അവസാന പരിശീലനമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആവേശകരമായ അല്പം റിസ്ക് പിടിച്ച നിപ്പാണ്. മാരക വേഗത്തിലാണ് ഇത് പായുന്നത്. സ്പീഡ് ബോട്ടുകളൊക്കെ ഇതിന് പുറകെ വരുന്ന രൂപത്തിലുള്ള അത്യപാരമായിട്ടുള്ള ആവേശത്തോടെയുള്ള കരുത്തോടെയുള്ള തുഴച്ചിലാണ്. അവരുടെ എല്ലാ ശക്തിയും എടുത്ത് അവർ തുഴഞ്ഞ് അവർ എല്ലാവരും ഒരു ചെറിയ വിശ്രമം, ആ വിശ്രമത്തിന് ശേഷം വീണ്ടും ഒരു വലിയ കുതിപ്പിന് തയ്യാറെടുക്കുകയാണ്. അതിവേഗത്തിലാണ് ചുണ്ടൻ പാഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഓളപ്പരപ്പിൽ നമ്മളെപ്പോഴും പറയില്ലേ, ഓളപ്പരപ്പിലെ ജലരാജാവാരാണ് എന്നറിയാമെന്നൊക്കെ പറയുന്ന ചില ആവേശകരമായ ചില വിശേഷണങ്ങൾ വള്ളംകളിക്കുണ്ട്, പ്രത്യേകിച്ച് നെഹ്റു ട്രോഫിക്കുണ്ട്. അപ്പോൾ ഓളപ്പരപ്പിലെ ജലരാജാവിനെ അറിയാൻ വേണ്ടിയുള്ള, അല്ലെങ്കിൽ ആ ജലരാജാവാകാൻ വേണ്ടിയുള്ള വലിയ പോരാട്ടത്തിൻ്റെ വലിയ പരിശീലനത്തിൻ്റെ അവസാന നിമിഷങ്ങളാണ്. എനിക്കിപ്പം നമുക്ക് അറിയാം, ഈ വള്ളംകളി ഏത് നാട്ടിലുള്ളവർക്കും അത്രമേൽ ഇഷ്ടമാണ്. കാരണം ആ വിധത്തിൽ വള്ളംകളി വളരെ, നമ്മളിപ്പോൾ തൃശ്ശൂർ പൂരം അല്ലെങ്കിൽ പുലികളി, അങ്ങനെ ഓരോ നാട്ടിലുള്ളതുണ്ട്. അതെല്ലാം ലോകമെമ്പാടുമുള്ള മലയാളിക്ക് പ്രിയങ്കരങ്ങളായിട്ടുള്ള നമ്മുടേതായിട്ടുള്ള സാംസ്കാരികവും കായികവുമായിട്ടുള്ള ആവേശങ്ങളാണ്. അതിൽപ്പെട്ട ഒന്ന് തന്നെയാണ് നമ്മുടെ വള്ളം കളികൾ. അപ്പോൾ ആ വള്ളം കളി തന്നെ ഒരു കായിക ഇനം എന്ന നിലയിൽ, ഒരു ചാമ്പ്യൻസ് ബോട്ട് ലീഗ് എന്ന നിലയിൽ നിരവധി മത്സരങ്ങൾ നടക്കുന്നുണ്ട്. അതിലെ ഏറ്റവും തിളക്കമാർന്ന നമ്പർ 1 ആണ് നെഹ്റു ട്രോഫി എന്ന് പറയുന്നത്. ഒരൊറ്റ മിനിറ്റ് ഞാൻ നിങ്ങളിലേക്ക് വളരെ വേഗം തിരികെ എത്താം. പക്ഷേ ഇതാ തുടങ്ങിയിരിക്കുകയാണ്. വീണ്ടും അങ്ങോട്ടേക്ക് തന്നെ പോവാം. അപ്പോൾ മനു കഴിഞ്ഞ തവണ ലൈവിൽ ഞാനുണ്ടെന്ന് വിചാരിക്കുകയാണ് കേട്ടോ, കാരണം ഇതിനിടയിൽ കമ്മ്യൂണിക്കേഷൻ കട്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണ ഇതുപോലെ തന്നെ ഈ ചുണ്ടൻ വള്ളത്തിൽ അള്ളിപ്പിടിച്ചിരുന്ന മനുവിനെ എനിക്ക് ഓർമ്മയുണ്ട്. നമ്മൾ അതിവേഗം ഒരു കുതിപ്പാണ് വന്നത്. ഇപ്പോൾ ഈ ആറ്റിൻ്റെ കരകളിലൊക്കെ ആളുകൾ ഈ പരിശീലനം കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഈ വള്ളംകളി കാലത്തെ കുട്ടനാട്ടുകാരുടെ ഒരു വലിയ ആവേശം കൂടിയാണ്. മുമ്പ് നമ്മളോട് വിയപുരത്തിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള ബൈജു കുട്ടനാട് പറഞ്ഞതുപോലെ തന്നെ കുട്ടനാടിൻ്റെ ഓരോ കരകളും അവർ ഈ ജലമേളകളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അവരുടെ ചുണക്കുട്ടികളായിട്ടുള്ള തുഴച്ചിൽക്കാരെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്, അവരെ ഈ രംഗത്ത് ഈ ആഴ്ചകൾ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് വലിയ തോതിൽ പണം അവർ തന്നെ പിരിച്ചുണ്ടാക്കുന്നു. സർക്കാരിൻ്റെ സഹായം കിട്ടുന്നുണ്ട്. നെഹ്റു ട്രോഫിയുടെ വലിയ സമ്മാനത്തുകയുണ്ട്. അതൊക്കെ ഉള്ളപ്പോൾ പോലും ഇതൊരു കായിക ഇനം എന്ന നിലയിൽ ലോകശ്രദ്ധയെ ആകർഷിച്ച് മുന്നോട്ട് പോകുന്നതിനനുസരിച്ചുള്ള കൂടുതൽ സഹായങ്ങൾ കിട്ടേണ്ടതുണ്ട് എന്നാണ്. ഞാൻ പറഞ്ഞു വന്നത് കുട്ടനാടിൻ്റെ ഈ ഒരു ആവേശം അതിങ്ങനെ നമ്മൾ അനുഭവിക്കുന്നു, നമ്മൾ കാണുന്നു. ഷാജഹാൻ അത് ക്യാമറയിലൂടെ പകർത്തുന്നു. ഈ ബോട്ട് ജട്ടിയിലൊക്കെ, ആ കാണുന്ന ബോട്ട് ജട്ടിയായിരുന്നു ഷാജഹാൻ, ഇപ്പോൾ അത് സ്ക്രീനിൽ എത്തിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ആളുകൾ നിന്ന് കാണുന്നുണ്ട്. വീണ്ടും ആരംഭിക്കുകയാണ്. പല ഘട്ടങ്ങളായി, അതായത് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് വിസിൽ മുഴങ്ങുമ്പോൾ ആവേശകരമായ ഒരു കുതിപ്പിന്, ഈ ചുണ്ടൻ വള്ളത്തിന് ഒരു കുതിപ്പ് പകരാൻ ആദ്യ തുഴയർച്ചിലിന് കഴിയണം. ആദ്യം അമരത്തിരിക്കുന്ന ഒന്നാം തുഴച്ചിലുകാരൻ നൽകുന്ന ആ താളവും ആവേശവും ഏറ്റെടുത്തുകൊണ്ടാണ് 80-ൽ പരം തുഴച്ചിലുകാർ ഈ വിധം ആവേശത്തോടെ, അവരുടെ കായികമായ കരുത്ത്, ഒരേ മനസ്സോടെ ആവേശത്തോടെ നെഹ്റു ട്രോഫി എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രം മനസ്സിൽ വെച്ച് ആ ലക്ഷ്യത്തിലേക്കുള്ള ഈ പാച്ചിൽ, ഈ അസാമാന്യമായ പാച്ചിലാണ്, അതിവേഗതയോടെയാണ്. നമ്മൾ ഓളപ്പരപ്പിൽ പായുന്ന
സ്പീഡ് ബോട്ടുകൾ കണ്ടിട്ടുണ്ട്. ആ സ്പീഡ് ബോട്ടിൻ്റെ വേഗതയൊക്കെ അസ്തമിപ്പിക്കുന്ന വേഗതയോടെയാണ്, കരുത്തോടെയാണ് ഇവരിങ്ങനെ തുഴയുന്നത്. റൈറ്റ് മനു, യെസ്, ഒരു 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 ഘട്ടം തുഴച്ചിൽ കൂടി കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഇടയിൽ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു ബ്രേക്ക് എടുത്ത് ബ്രേക്ക് ഉണ്ടാവും. ഇനിയിപ്പോൾ ഒരു വർക്കൗട്ടാണ്, 10 മിനിറ്റിൻ്റെ ഒരു വർക്കൗട്ട് ചെയ്യുകയാണ്. ഇപ്പം ഒരു സ്റ്റാർട്ടിങ് ഒരു വാമപ്പിന് പോലെ 1 മിനിറ്റിൻ്റെ വർക്കൗട്ടാണ് ഇപ്പോൾ ചെയ്തത്. ഇനിയിപ്പം 10 മിനിറ്റ് വർക്കൗട്ട് കഴിഞ്ഞാൽ ഒരു ബ്രേക്ക് ഉണ്ടാവും. അപ്പോൾ ഇതിനിടയിൽ പരിശീലനത്തിൻ്റെ ഓരോരോ രീതികളെക്കുറിച്ചാണ് ഇദ്ദേഹം സൂചിപ്പിച്ചത്.